വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ വളച്ചൊടിച്ചു. കേരളത്തിൽ ഇനി ഒരിക്കലും കോൺഗ്രസിന് ഭരണം ലഭിക്കില്ല. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വാക്കുകളാണിത്. ശബരിമലയിൽ ദർശനത്തിനെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കോൺഗ്രസിന് ഇനി ഭരണം കിട്ടില്ല എന്ന് പറഞ്ഞ അദ്ദേഹം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്നും കുറ്റപ്പെടുത്തി. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവണം എന്നല്ല വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. കോൺഗ്രസിന് ഭരണം ലഭിച്ചാൽ ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ കൊള്ളാം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഇതിനു പുറമെ BJPയിൽ പുനർസംഘടന ഉണ്ടാകുന്നത് സ്വാഭാവിക നടപടിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അംഗീകരിച്ചുകൊണ്ടാണ് BJP പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ശബരിമലയിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ശബരിമലയിൽ പോലീസും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും നന്നായി പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അയ്യപ്പനെ കാണാൻ കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹവും പുണ്യവുമാണ് എന്നും ശബരിമലയിലെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഫലപ്രദമായി നടക്കുന്നുവെന്നും എത്ര പ്രശംസിച്ചാലും മതിയാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം തുടങ്ങിയ അന്നു മുതൽ തന്നെ വൻ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഭഗവാനെ ഒന്ന് നേരിൽ കാണാൻ സംസ്ഥാനത്ത് നിന്ന് അകത്തും പുറത്തുമായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തുന്നത്. ഇപ്പോഴിതാ മണ്ഡലപൂജ ദിവസം അനുബന്ധിച്ച് അന്നത്തെ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ നടപടികളുമായി സർക്കാർ രംഗത്ത് വന്നു. തങ്ക അങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്തെത്തുന്ന ഡിസംബർ 25-ന് 50,000 തീർത്ഥാടകർക്ക് മാത്രമേ വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അനുവദിക്കുകയുള്ളൂ. സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കില്ല. പക്ഷേ 5,000 ആക്കി പരിമിതപ്പെടുത്തുവാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. 25, 26 തീയതികളിലാണ് നിയന്ത്രണം ഉണ്ടാകുക. നിലവിൽ 20,000-ത്തിലധികം പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തുന്നത്. മകരവിളക്ക് ദിവസമായ ജനുവരി 14-ന് സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കും. അതേസമയം രക്ഷാദൗത്യത്തിന് വ്യോമസേന പണം ചോദിക്കുന്നത് കേരളത്തോടുള്ള വിവേചനമെന്ന പ്രചരണം CPM-ന്റെ രാഷ്ട്രീയ വേലയാണ് എന്ന് മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പ്രതിരോധ വകുപ്പിന്റെ സാധാരണ നടപടിക്രമത്തെ വിക്രീകരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ ചട്ടമാണിത്. വ്യോമസേനയുടെ ബിൽ കേരളം അടക്കേണ്ടി വരില്ല. ഇത് നീക്കുപോക്കുകൾ മാത്രമാണ് എന്നും വർഷങ്ങളായി വകുപ്പിൽ തമ്മിൽ സേവനത്തിന്റെ ബില്ലുകൾ കൈമാറുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം 1970-ലെ ആംഡ് ഫോഴ്സ് ആക്ട് പ്രകാരവും 1990-ലെ ഗവൺമെന്റ് ആക്ടിംഗ് റൂൾ പ്രകാരവുമുള്ള നടപടി മാത്രമാണിത്. നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് നൽകുന്ന പണമല്ല, പൊതു ഖജനാവിലെ പണമാണ് എന്നും ഭാവിയിൽ അഴിമതി ആരോപണങ്ങൾ അടക്കം ഉണ്ടാകാതിരിക്കാൻ ചട്ടം പാലിച്ച് മുന്നോട്ട് പോകാനാകുമെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ ഔദ്യോഗിക നടപടിക്രമത്തെ വിക്രീകരിച്ച് രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുന്നവർ 1970 മുതൽ കേന്ദ്രം കേരളത്തെ ഞെരുക്കുകയാണോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഉത്സവങ്ങൾക്ക് പോലീസിനെ നിയോഗിച്ചാൽ ആഭ്യന്തര വകുപ്പ് ദേവസ്വം വകുപ്പിന് ബിൽ നൽകും. അത്തരമൊരു നടപടി മാത്രമാണിതെന്ന് അറിഞ്ഞിട്ടും സ്വന്തം വീഴ്ച മറയ്ക്കാൻ വേണ്ടി CPM തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ദുരന്ത ബാധിതർക്ക് സഹായം എത്തിക്കുകയാണ് പിണറായി വിജയൻ ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.